പെട്രോൾ അടിച്ച ശേഷം പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. ഫോൺ പേ എടുത്ത് നോക്കി, അതും കംപ്ലീറ്റ്ലി ഔട്ടാണ്. UPIക്ക് മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നം കുറച്ച് ദിവസങ്ങളായി തോന്നുന്നില്ലേ? അത് നമ്മുടെ ഫോണിൻ്റെയോ ബാങ്കിൻ്റെയോ പ്രശ്നമല്ല. കഴിഞ്ഞ 2 മാസമായി സാങ്കേതിക തകരാറുകൾ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന UPI. ഇത് കാരണമാണ് ജിപേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ആപ്പുകളുടെ പ്രവർത്തനവും തടസ്സപ്പെടുന്നത്. ഈ വർഷം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് UPI പേയ്മെൻറ്റുകൾക്ക് കാര്യമായ തടസ്സം നേരിടാൻ തുടങ്ങിയത്. ഇതിൽ മാർച്ച് 26-നും ഏപ്രിൽ 1-നും 12-നും ഉണ്ടായ തകരാറുകൾ കുറച്ച് കടുപ്പം കൂടിയതായിരുന്നു. ഓരോ മാസവും ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന UPI സിസ്റ്റത്തിലെ ഭീകരമായ ചില തകരാറുകൾ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഈ സംഭവങ്ങൾ. ഈ 3 ദിവസങ്ങളിലും ഉണ്ടായ തകരാറുകളുടെ പശ്ചാത്തലത്തിൽ UPIയെ നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിലൊരു അന്വേഷണവും നടത്തിയിരുന്നു. ഗുരുതര സാങ്കേതിക പിഴവാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇടപാടുകൾ ചെക്ക് ചെയ്യുന്നതിന് സിസ്റ്റത്തിൽ പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നതായിരുന്നു അത്. അതായത് സ്റ്റാറ്റസ് ചെക്ക് ലിമിറ്റർ എന്ന സംവിധാനത്തിന്റെ അഭാവം സിസ്റ്റത്തിൽ ഉണ്ടെന്ന് അർത്ഥം. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ നിലവിൽ സിസ്റ്റത്തിനാകുന്നില്ല. ട്രാൻസാക്ഷനുകൾ പരിശോധിക്കാനുള്ള ഇന്റർഫേസ് ഇങ്ങനെ അനിയന്ത്രിതമായി ഉപയോഗിക്കപ്പെടുന്നതാണ് അടിക്കടി ഉണ്ടായ UPI തകരാറുകളുടെ അടിസ്ഥാന കാരണം. ഉപയോക്താക്കൾക്കും UPI പ്ലാറ്റ്ഫോമിനുമിടയിൽ ഇന്റർമീഡിയറിയായി പ്രവർത്തിക്കുന്ന പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർ അഥവാ PSP ബാങ്കുകളും ഇത്തരത്തിൽ ഇടപാടുകളുടെ വിവരങ്ങൾക്കായി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടത്രേ. PSP ബാങ്കുകൾ എന്നാൽ നമ്മുടെ സാധാ ബാങ്കുകൾ തന്നെയാകണമെന്നില്ല, മറിച്ച് UPI ആപ്പുകളായ ഗൂഗിൾ പേ, പേടിഎം എന്നിവയുമാകാം. PSP ബാങ്കുകളിലൂടെയാണ് ഉപയോക്താക്കളും UPI പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നത്. ഒരു തരത്തിൽ 2 വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടിന് മധ്യസ്ഥത വഹിക്കുന്ന മൂന്നാമതൊരാളാണ് ഈ ബാങ്കുകൾ. തുടർച്ചയായി അങ്ങനെ ട്രാൻസാക്ഷൻ ഇടപാടുകൾ പരിശോധിക്കുന്നത് മൂലമുണ്ടായ സ്തംഭനമാണ് അടിക്കടി ഉണ്ടായ തടസ്സങ്ങൾക്ക് പിന്നിൽ. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരണമെങ്കിൽ UPI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുമുള്ള പണമിടപാട് സുഗമമാക്കുന്നതിന് സ്മാർട്ട് ഫോണുകളിലൂടെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് UPI എന്നറിയാമല്ലോ. NPCI 2016 ലോഞ്ച് ചെയ്ത UPI ഒരു ഏകജാലക സംവിധാനമാണ്. അതായത് ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാം. വിശ്വാസ്യത ഉറപ്പുവരുത്താനായി 2 സ്റ്റെപ്പ് ഓതന്റിക്കേഷനും ഇതിനുണ്ട്. പുതിയൊരു ഇടപാടിലേക്ക് കടക്കും മുൻപ് ഡീറ്റെയിൽസ് മുഴുവൻ നൽകേണ്ടി വരുന്ന ബാധ്യതയിൽ നിന്ന് ഉപയോക്താക്കളെ ഒഴിവാക്കുന്നുണ്ട് UPI. ബില്ലുകളും ഫീസുകളും അടക്കം എല്ലാ പണമിടപാടുകളും UPI വഴി സാധ്യമാകുകയും ചെയ്യും. ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെയും ATMന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന IMPS, AEPS എന്നീ 2 ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റങ്ങളാണ് ഇന്ത്യക്ക് നിലവിലുള്ളത്. ഇവ ഉപയോഗപ്പെടുത്തിയാണ് UPIയുടെ പ്രവർത്തനം. UPI വഴി ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൂടാതെ ഫോൺ വഴി പേയ്മെന്റുകൾ നടത്താം. NBCയിൽ അടിക്കടി മുടക്കം വരുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ഒരു നിയമമാണ് കാരണമെന്നാണ് ക്യാഷ്ലെസ് കൺസ്യൂമർ പ്രൊജക്ട് അംഗമായ ശ്രീകാന്ത് ലക്ഷ്മൺ ഉത്തരം നൽകുന്നത്. 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് പ്രകാരം ഇടപാട് വിവരങ്ങൾ നീക്കം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും പൊതുമേഖലാ ബാങ്കുകളുടെ പരിധിയിൽ വരുന്നവയാകണം. ഇതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഈ ബാങ്കുകൾ ഭേദിക്കാറുമുണ്ട്. അങ്ങനെ ഇടപാട് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഹിസ്റ്ററി പരിശോധന പരിധി കടക്കുമ്പോൾ സിസ്റ്റം മന്ദഗതിയിലാവുകയും UPI തടസ്സപ്പെടുകയും ചെയ്യും. ഇത് നിയന്ത്രിക്കണമെന്ന് NPCI ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇടപാടുകൾ പരിശോധിക്കുന്നതിന് NPCI പരിധി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഘടനയിൽ നിന്നല്ലാതെ സ്വന്തമായി പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് ബാങ്കുകൾ. എന്തൊക്കെയായാലും UPI എന്നത് വിപ്ലവകരമായ ഒരു മാറ്റമായതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം സുഗമമായി നടപ്പാക്കാൻ ആവുന്നതെല്ലാം ചെയ്യുകയാണ് NPCI. RBIയുടെ ഇടപെടലും കൂടെയുണ്ട്. ട്രാൻസാക്ഷൻ ലിമിറ്റിനുള്ള പരിധി പുനഃപരിശോധിച്ച് അടിയന്തരമായി നടപടി സ്വീകരിക്കാനാണ് RBIയുടെ നിർദ്ദേശം. കൂടാതെ ബാങ്കുകൾ NPCI പ്രഖ്യാപിച്ച പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്വയം പരിധി നിശ്ചയിക്കുകയും വേണം. അതിനായി NPCI ബാങ്കുകളും UPI സിസ്റ്റത്തിന്റെ ഓഹരി ഇടപാടുകാരുമായ കൂടിയാലോചിച്ച് വ്യക്തത വരുത്തണമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്.